അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ശത്രുർമിത്രമുദാസീനോ ഭേദാ സർവേ മനോഗതാ. ഏകാത്മത്വേ കഥം ഭേദ സംഭവേൽ ദ്വൈതദർശനാൽ. ജീവോ ബ്രഹ്മ സദൈവാഹം നാത്ര കാര്യാ വിചാരണ. ഭേദബുദ്ധിസ്തു സംസാരേ വർത്തമാനാ പ്രവർത്തത്തെ. അവിദ്യേയം മഹാഭാഗ വിദ്യാചൈതന്യവർത്തനം. വിദ്യാവിദ്യേ ച വിജ്ഞേയേ സർവദൈവ വിചക്ഷണൈ. വിനാതപം ഹി ഛായായ ജ്ഞായത്തെ ച കഥം സുഖം. അവിദ്യയാ വിനാ തദ്വത് കഥം വിദ്യാം ച വേത്തി വൈ. ഗുണാ ഗുണേഷു വർത്തന്തെ ഭൂതാനി ച തഥൈവ ച. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു കോ ദോഷസ്തത്ര ചാത്മനാ. മര്യാദ സർവരക്ഷാർത്ഥം കൃതാ വേദേഷു സർവശാ. അന്യഥാ ധർമ്മനാശസ്യാൽ സൗഗതാനാമിവാനഘ. ധർമ്മനാശേ വിനഷ്ടസ്യാദ്വർണാചാരോതിവർത്തിത. അതോ വേദപ്രതിഷ്ഠേന മാർഗേണ ഗച്ഛതാം ശുഭം. ശ്രീശുക ഉവാച.
സന്ദേഹോ വർത്തത്തെ രാജൻ ന നിവർത്തതി മേ ക്വചിൽ ഭവതാ കഥിതം യത്തൽ ശൃണ്വതോ മേ നരാധിപ. വേദധർമ്മേഷു ഹിംസാ സ്യാദധർമ്മബഹുളാ ഹി സാ കഥം മുക്തിപ്രദോ ധർമ്മോ വേദോക്തോ ബദ ഭൂപതേ. പ്രത്യക്ഷേണ ത്വനാചാര സോമപാനം നരാധിപ പശൂനാം ഹിംസനം തദ്വത് ഭക്ഷണം ചാമിഷസ്യ ച. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ പ്രഥമസ്കന്ധത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷയാണ് ഭാഷാഗാനമായി ഇപ്പോൾ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശത്രുമിത്ര നിഷ്പക്ഷമാം ഭേദമെല്ലാം മനസ്സിനെ ആശ്രയിച്ചു ഇരിക്കുന്നു എന്നതറിയൂ. എല്ലാത്തിലും ഒരേ ആത്മാവെന്ന ബോധം വന്നു ചേർന്നാൽ പിന്നെ ഭേദബുദ്ധി എന്ന ചിന്തയെവിടെ. ജീവനെന്നാൽ ബ്രഹ്മമത്രേ, ഞാൻ തന്നെയാണല്ലോ ബ്രഹ്മം. സംസാരത്തിൽ മുഗ്ധനായാൽ ഭേദബുദ്ധിയും. ഭേദബുദ്ധിയാണ് വിദ്യ, ഭേദബുദ്ധി നാശം വിദ്യ. വിദ്യ ജ്ഞാനം സദാ ഉണ്ടായിടേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വെയിലില്ല എങ്കിൽ തണലിൻ്റെ സുഖമറിയാമോ? അവിദ്യയില്ലെങ്കിൽ വിദ്യ തന്മഹത്വവും. ഗുണങ്ങളിലും പഞ്ചഭൂതം തന്മാത്രയിൽ, ഇന്ദ്രിയങ്ങൾ വിഷയത്തിൽ ആത്മാവിനെന്ത്? സർവജനത്തിനായിട്ടു സർവവിധത്തിലായിട്ടു സർവർക്കും പെരുമാറ്റത്തിൻ ചട്ടങ്ങളായി വേദത്തിൽ പറഞ്ഞിരിപ്പു. അതില്ലെങ്കിൽ ബൗദ്ധരെ പോൽ ധർമ്മച്യുതി സംഭവിക്കും എന്നുമറിയൂ. ധർമ്മനാശം സംഭവിച്ചാൽ വർണ്ണാചാരം നശിച്ചിടും. വേദമാർഗം സ്വീകരിക്കുന്നതാണു നന്മ.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശ്രീശുകൻ പറഞ്ഞു, അങ്ങു പറഞ്ഞവയെല്ലാം ശ്രദ്ധിച്ചു കേട്ടുവെങ്കിലും അടിയന്റെ സംശയം വിട്ടുപോകുന്നില്ല. വേദധർമ്മങ്ങളിൽ ഹിംസയുണ്ടതിനാലധർമ്മവും വേദോക്തങ്ങളേതുവിധം മുക്തി കാരണം. പ്രത്യക്ഷമാമനാചാരമല്ലോ സോമപാനം, പിന്നെ പശുഹിംസ അതുപോലെ മാംസഭക്ഷണം. സൗത്രാമണിയാഗത്തിൽ സൂരാപാനം പ്രത്യക്ഷം താനും ചൂതുകളി വിവിധമാം വ്രതകർമ്മങ്ങൾ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവി ഭാഗവതം. പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ജ്ഞാനയജ്ഞം, അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ. ഇന്ന് 95-ാമത്തെ ദിവസം. ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ഇവിടെ ശുകന്റെ വാക്കുകൾ കേട്ട് ജനക മഹാരാജാവ് നൽകുന്ന ഉപദേശം അവിടെ പറഞ്ഞു. ആത്മാവ് ശുദ്ധനും മുക്തനുമാണെന്നും ഒരിക്കലും അതുകൊണ്ട് തന്നെ അത് ബദ്ധനായി തീരില്ല. ബന്ധമോക്ഷങ്ങൾക്ക് കാരണം മനസ്സാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്ന് അവിടെ സൂചിപ്പിച്ചു. മനസ്തു സുഖദുഃഖാനാം മഹതാം കാരണം എന്ന് 2 ശ്ലോകം മുമ്പും നമ്മൾ കേട്ടു. എന്നിട്ട് പറയുകയാണ്, ശത്രുർമിത്രമുദാസീനോ ഭേദാ സർവേ മനോഗത ഏകാത്മത്വേ കഥം ഭേദ സംഭവേൽ ദ്വൈതദർശനാൽ. ഇപ്പം ശത്രു, മിത്രം അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത നിഷ്പക്ഷൻ എന്നീ ഭേദങ്ങൾ, എന്നീ വ്യത്യാസങ്ങളൊക്കെ തന്നെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. 2 എന്ന ഭാവം ഉള്ളപ്പോഴാണ് ഭേദം ഉണ്ടാവുക. സകല പ്രാണികളിലും ചൈതന്യമായി നിൽക്കുന്നത് ഏക ആത്മാവാണ്, ഒരേയൊരു ഈശ്വരനാണ്, ഒരേയൊരു ഊർജമാണ് എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭേദബുദ്ധി ഉണ്ടാവുമോ? ശ്രീശുകനോട് ജനകൻ ചോദിക്കുകയാണ്. ജീവോ ബ്രഹ്മ സദൈവാഹം നാത്ര കാര്യ വിചാരണ. ജീവൻ ബ്രഹ്മമാണ്, ഞാൻ തന്നെയാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതൊക്കെ നമ്മൾ മഹത്വാക്യം
മഹദ്വചനമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുകയാണ്, ഇതിൽ ഒരു സംശയവും വേണ്ട എന്നാണ്. നാത്ര കാര്യ വിചാരണ ഭേദബുദ്ധിസ്തു സംസാരേ വർത്തമാന പ്രവർത്തത്തെ. ഭേദബുദ്ധി, ഇപ്പോൾ സംസാരത്തിൽ മുഴുകുമ്പോൾ മാത്രമേ ഈ ഭേദബുദ്ധി ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഭേദബുദ്ധി ഉണ്ടാവില്ല. വെളിച്ചം പരക്കുന്നത് വരെ മാത്രമേ ഇരുട്ടിന് സ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഇരുട്ടില്ല. ഇരുട്ട് എവിടേക്ക് പോയി അറിയില്ല. ഇതേപോലെ അതുകൊണ്ട് അവിദ്യേയം മഹാഭാഗ വിദ്യാ ചൈതന്യവർത്തനം വിദ്യാവിദ്യേ ച വിജ്ഞേയേ സർവദൈവ വിചക്ഷണ. ഭേദബുദ്ധിയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഭേദബുദ്ധി ഇല്ലാതെയാകുമ്പോഴോ അപ്പോൾ അത് വിദ്യയാണ്. വിദ്യയെയും അവിദ്യയെയും സംബന്ധിച്ച് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞിരിക്കുന്ന ആളുകളാണ് ജ്ഞാനികൾ. വിനാതപം ഹി ഛായായ ജ്ഞായതേച്ച കഥം സുഖം. വെയിലില്ലാതെ എങ്ങനെയാണ് തണലിൻ്റെ സുഖം, ആ ഛായാസുഖം അനുഭവിക്കുക, അതേപോലെ തന്നെ അവിദ്യയാ വിന തദ്വത് കഥം വിദ്യാം ച വേത്തിവൈ. അവിദ്യയില്ലാതെ എങ്ങനെയാണ് വിദ്യയുടെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഗുണാഗുണേഷു വർത്തന്തേ ഭൂതാനി ച തഥൈവ ച ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു കോ ദോഷസ്തത്ര ചാത്മന. ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ രൂപം, ശബ്ദം തുടങ്ങിയ ഗുണങ്ങളിൽ വർത്തിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങൾ ഇവയുടെ തന്മാത്രകളിലും വർത്തിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിലും ഇതുകൊണ്ടൊക്കെ ആത്മാവിന് എന്ത് ദോഷമാണ് വരിക? കോ ദോഷസ്തത്ര ചാത്മന. ആത്മാവിന് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവോ? ഇല്ല. കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ രൂപം, ശബ്ദം തുടങ്ങിയ ഗുണങ്ങളിലും പഞ്ചഭൂതങ്ങൾ അവയുടെ തന്മാത്രകളിലും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിലും മുഴുകുന്നു. അതുകൊണ്ട് ഒരിക്കലും ആത്മാവിന് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവുകയില്ല. അതാണ് പറഞ്ഞത്, കോ ദോഷസ്തത്ര ചാത്മന. ആത്മാവിന് എന്ത് ദോഷമാണ് ഉണ്ടാവുക? മര്യാദ സർവരക്ഷാർത്ഥം കൃതാ വേദേഷു സർവശാ അന്യഥാ ധർമ്മനാശസ്യാൽ സൗഗതാനാമിവാനഘ. ഏതുപോലെ പറയാണ്, മര്യാദ, ഒരു അതിർത്തി, ചില നിയമങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് വേദങ്ങൾ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പെരുമാറ്റച്ചട്ടങ്ങൾ. അത് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ്, എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്നതുപോലെ ചെയ്യണം എന്ന ഒരു മര്യാദ, ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാവർക്കും സുഖമുണ്ടാവണം എന്ന് വേണ്ടിയിട്ടാണ് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തുണ്ടാവും? അന്യഥാ ധർമ്മനാശസ്യാൽ, ധർമ്മനാശമുണ്ടാവും. ധർമ്മം തെറ്റിദ്ധരിക്കപ്പെടും, ധർമ്മം നശിക്കും. ഏതുപോലെ? സൗഗതാനാം ഇവാനഘ. ബൗദ്ധന്മാർക്ക് ഉണ്ടായതുപോലെയുള്ള ധർമ്മച്യുതി ഇവിടെയും ആളുകൾക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് പ്രത്യേക പെരുമാറ്റച്ചട്ടങ്ങൾ, ഇന്ന ആളുകൾക്ക് ഇന്നത് എന്ന രീതിയിലുള്ള വേദങ്ങളുടെ വാക്ക്. അത് അപ്പം ആത്യന്തികമായി ഈ ആശ്രമങ്ങളും വർണ്ണങ്ങളും, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, മാനപ്രസ്ഥൻ, സന്യാസി, ഈ 4 ആശ്രമങ്ങൾ, അതേപോലെ തന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയുള്ള 4 വർണ്ണങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലോകഹിതാർത്ഥമാണ്, ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൽ ആളുകൾ അധർമ്മകാരികളായി തീരരുത് എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ധർമ്മം നശിച്ചാൽ എന്തുണ്ടാവും? ധർമ്മനാശേ വിനഷ്ടസ്യാദ് വർണ്ണാചാരോതിവർത്തിത അതോ വേദപ്രതിഷ്ഠേന മാർഗേണ ഗച്ഛതാം ശുഭം. ധർമ്മം നശിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വർണ്ണാചാരങ്ങൾ നശിക്കും, അതൊക്കെ ലംഘിക്കപ്പെടും. അപ്പം അതുകൊണ്ട് വേദനിർദ്ദിഷ്ടമായിരിക്കുന്ന മാർഗത്തിലൂടെ പോകുന്നതാണ് നല്ലത്. അതോ വേദപ്രതിഷ്ഠേന മാർഗേണ ഗച്ഛതാം സുഖം. അപ്പോഴാണ് ശുഭത്തിലേക്ക്, സുഖത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നന്മ വേണം എന്നുണ്ടെങ്കിൽ വേദവാണികളെ അനുസരിക്കുകയാണ് വേണ്ടത്. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, സന്ദേഹോ വർത്തതേ രാജൻ ന നിവർത്തതി മേ ക്വചിൽ ഭവതാ കഥിതം യത്തൽ ശൃണ്വതോ മേ നരാധിപ. രാജാവേ, അങ്ങ് പറഞ്ഞത് എന്താണോ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടു ഞാൻ.
കാര്യമൊക്കെ ഞാൻ ഭംഗിയായിട്ട് കേട്ടു. പക്ഷേ എൻ്റെ സംശയങ്ങൾ വിട്ടുപോകുന്നില്ല. സന്ദേഹോ വർത്തതേ രാജൻ ന നിവർത്തതി മേ കൊച്ചിൽ. അതുകൊണ്ട് വേദധർമ്മേഷു ഹിംസാ സ്യാദ് അധർമ്മ ബഹുളാഹി സ കഥം മുക്തിപ്രദോ ധർമ്മോ വേദോക്തോ ബദ ഭൂപതേ. വൈദിക ധർമ്മങ്ങളിൽ വേദധർമ്മേഷു അതിൽ ഹിംസയുണ്ട്, അതേപോലെ അതിൽ അധർമ്മമുണ്ട്. അപ്പം രാജാവേ, വേദോക്തമായിട്ടുള്ള ധർമ്മം എങ്ങനെ അതുകൊണ്ട് മുക്തിപ്രദമായിട്ട് തീരും? അതിൽ ഹിംസയുമുണ്ട്, അധർമ്മവുമുണ്ട്. അത് മുക്തിക്ക് വിഘാതമായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ നേടാനായിട്ട് സാധിക്കും? പ്രത്യക്ഷേണ ത്വനാചാര സോമപാനം നരാധിപ. പ്രത്യക്ഷമായിട്ടുള്ളൊരു അനാചാരമാണ് സോമപാനം, മദ്യപാനം എന്നുള്ളത്. ഹേ രാജാവേ, പശൂനാം ഹിംസനം തദ്വത് ഭക്ഷണം ചാമിഷസ്യ ച. അപ്പം അതേപോലെ തന്നെ പശുവിനെ കൊല്ലുക, പശു ഹിംസ ചെയ്യുക, അതേപോലെ മാംസഭക്ഷണം സ്വീകരിക്കുക, ഇതൊക്കെ വലിയ തെറ്റാണ്, അനാചാരമാണ് എന്ന് പറയുന്നു. സൗത്രാമണൗ തഥാ പ്രോക്ത പ്രത്യക്ഷേണ സുരാഗ്രഹ ദ്യുതക്രീഡ തഥാ പ്രോക്ത വ്രതാനി വിവിധാനി ച. സൗത്രാമണി എന്ന യാഗത്തിൽ പ്രത്യക്ഷമായി സുരാപാനം വിധിച്ചിട്ടുണ്ട്. സുരാപാനം വേണം എന്ന യാഗത്തിൽ പറയുന്നു. അതേപോലെ തന്നെ ദ്യൂതക്രീഡ, ചൂതുകളി, വിവിധങ്ങളായിട്ടുള്ള വ്രതങ്ങൾ ഒക്കെ പറഞ്ഞിരിക്കുന്നു സൗത്രാമണി എന്ന യാഗത്തിൽ എന്ന് പറയുന്ന 51-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് 52-ാമത്തെ ശ്ലോകം മുതൽ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ
എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.